കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിൽ മിനിസ്ട്രീസിൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചന. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതി ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവെഴുത്തുകളിലൂടെ ദൈവവചനം കേൾക്കുന്ന ജനത്തോട് അപ്പച്ച അങ്ങ് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വം കൊടുക്കും യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് അരുളി ചെയ്യുന്നൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവ് എന്താണോ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നത് അതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം, അതൊക്കെ അനുസരിക്കത്തക്ക നിലവാരത്തിൽ സകല നേഷൻസിലും സഞ്ചരിച്ച് കർത്താവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ പോലെ ഇവർ ശിഷ്യന്മാർ കടന്നു ചെന്ന് സകല നേഷൻസിലും കടന്നു ചെന്ന് കർത്താവിനെ അനുസരിക്കത്തക്ക നിലവാരത്തിൽ തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തെക്കുറിച്ചുള്ള അവയർനെസ്, കർത്താവ് ഭൂമിയിൽ വന്നതിനെക്കുറിച്ചുള്ള അവയർനെസ് നൽകി അവരെ കർത്താവിൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് യേശുക്രിസ്തു പിതാവാം ദൈവത്തെ, നിത്യനായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തെ ആർക്കും അറിയാൻ സാധിക്കത്തില്ല എന്ന സത്യം, ആ സത്യം ഈ ലോകത്തോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ശിഷ്യന്മാരെ കർത്താവ് പ്രാപ്തരാക്കി തീർത്തു. ആ സുവാർത്ത തൻ്റെ ശിഷ്യന്മാരിലൂടെ സർവഭൂമിയിലും സകല ജാതിക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും വംശക്കാരും രാജാക്കന്മാരും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ഒരു വാഗ്ദത്തം നൽകുന്നു, ഞാൻ എല്ലാ നാളും ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ലോകാവസാനത്തോളം, ജീവിതകാലം മുഴുവൻ വേല തികഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും ദൈവം കൂടെയുണ്ട്. നിത്യനായ ദൈവം എല്ലാ കാലത്തും തൻ്റെ ജനത്തോടും കൂടെയുണ്ട്. നിത്യനായ ദൈവം നിത്യതയിൽ സ്വർഗത്തിൽ നാം അവിടെ ചെല്ലുമ്പോൾ അവിടെ കർത്താവിനോട് കൂടെയാണല്ലോ വസിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും അതിന് അവസാനമില്ല. അത് ദൈവം നമ്മളോട് ചെയ്തിരിക്കുന്ന ഒരു വാഗ്ദത്തം. ഇന്നും നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നതും ഇത് തന്നെ. സുവിശേഷം വ്യക്തമാക്കുമ്പോൾ അത് ദൈവം എന്ത് പഠിപ്പിച്ചു, യേശു എന്ത് പഠിപ്പിച്ചു, യേശു ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിവ് നൽകിയത്, എന്തിനാണ് ഭൂമിയിൽ വന്നത്, ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. ദൈവമക്കളാക്കി മറ്റു ജനത്തെ, ഈ ലോകത്തിലുള്ള മനുഷ്യരെ ദൈവമക്കളാക്കി തീർത്ത് ദൈവത്തോടുകൂടെ വസിക്കുവാൻ അവരെ പ്രാപ്തരാക്കി തീർക്കുവാനാണ്. ഈ സത്യം തന്നെ ലോകത്തോട് പ്രസ്താവിക്കാനാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അത് തന്നെയാണ് സഭയോട് ആവശ്യപ്പെടുന്നത്. സഭയുടെ ശിരസ്സാകുന്ന കർത്താവ് തൻ്റെ ശരീരമാകുന്ന സഭയിലൂടെയാണ് ഭൂമിയിൽ മനുഷ്യരെ, മറ്റ് ദൈവത്തെ അറിയാത്ത മനുഷ്യരെ ദൈവത്തെ അറിയുവാൻ സഭയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സഭയുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ വെളിപ്പെടുത്തുക എന്നത്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരുടെ കൂടെയാണ് കർത്താവ് വസിക്കുന്നത്. അവരിൽ ഇരുന്നു കൊണ്ട്
കർത്താവ് പ്രവർത്തിക്കുന്നു. കർത്താവ് നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും വിടുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി. നമ്മോടുകൂടി ഇരിപ്പാൻ ദൈവം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തന്നു. എന്നേക്കും ഇരിക്കേണ്ടതിന്, ഇവിടെയും പറയുന്നത് എന്നേക്കും ഇരിക്കേണ്ടതിന്. അപ്പം ആ എന്നേക്കും ഇരിക്കേണ്ടതിന്, നമ്മെ നടത്തേണ്ടതിന്, നമുക്ക് നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചനകൾ അറിയിച്ച്, അരുളപ്പാടുകൾ അറിയിച്ച്, ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നൽകി, തിരുവെഴുത്തുകളിലൂടെ സംസാരിച്ച് നമ്മെ നയിക്കേണ്ടതിനാണ്. നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്, എന്നേക്കും ഇരിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മളുടെ ഒറ്റപ്പെടലുകൾ അനുഭവത്തിൽ നാം നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്ന സകല കഷ്ടങ്ങളോടും കൂടെ കർത്താവ് കൂടെയുണ്ട്. അതിനാണ് നമ്മുടെ ദൈവം, വിശ്വസ്തനായ കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി. ഇതിൽ പല ഒരു ഭാഗ്യവും ഒരു ദൈവ പൈതലിന് ഇല്ല. ഇതിൽ പല ഭാഗ്യം എന്താണുള്ളത്? ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. മോശയോടുകൂടെ ഇരുന്ന ദൈവം മോശയുടെ കാലശേഷം യോശുവയോട് കൽപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അത് എൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. എന്ന് വെച്ചാൽ നമുക്കുള്ള കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ഇഷ്ടം നാം അറിയുന്നത് തിരുവെഴുത്തുകളിലൂടെയാണ്. അങ്ങനെ യോശുവയോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, യഹോവയായ ദൈവം പറയുന്ന കാര്യമാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നീ ഉറപ്പും ധൈര്യമുള്ളവനാണ്. യോശുവയോടായാലും നമ്മോടാണെങ്കിലും ഈ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ഉറപ്പും ധൈര്യവും കർത്താവിലാണ്. കർത്താവിൽ എങ്ങനെയാണ് ഉറപ്പും ധൈര്യമുള്ളവരായി തീരുക? അത് കർത്താവിൻ്റെ വചനത്തിലാണ്. യോശുവയോട് തന്നെ അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, 1:8, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അപ്പോൾ വേദപുസ്തകം, തിരുവെഴുത്തുകളെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ആ തിരുവെഴുത്ത് തന്നെ ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ തിരുവെഴുത്ത് തന്നെ ബലപ്പെടുത്തും. തിരുവെഴുത്തുകൾ തന്നെ നമ്മെ ശക്തീകരിക്കും. തിരുവെഴുത്തുകൾ ആ ധ്യാനിക്കുമ്പോൾ നമ്മെ വിട്ട് ഭയം ഓടിപ്പോവും, നിരാശകൾ, ദുഃഖം എല്ലാം മാറിപ്പോവും. അതിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്, അതിനകത്ത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആശ്വാസമുണ്ട്. അപ്പം തിരുവെഴുത്തുകളാണ് സകലത്തിനും ആധാരം. വചനം ജഡമായി വന്നതിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. വചനം തന്നെ ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് മറ്റുള്ളവരെ കർത്താവിൻ്റെ ശിഷ്യരാക്കി മാറ്റണമെങ്കിൽ ക്രിസ്തു യേശുവിൽ ഉറപ്പും ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ സുവിശേഷം വ്യക്തമായി സ്പഷ്ടമായി വെളിപ്പെടുത്തത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ ഹെരോദാവ്, അന്ന് ഭരിച്ചിരുന്ന ഹെരോദാവ് ദൈവസഭയെ പീഡിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്കും മറ്റുള്ളവർക്കും പ്രസാദമെന്ന് കണ്ടപ്പോൾ പത്രോസിനെ പിടിച്ചു.
പത്രോസിനെയും കൊല്ലുവാനായിട്ട് അവർ കാരാഗ്രഹത്തിലടച്ചു. 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ച് അങ്ങനെ കാരാഗ്രഹത്തിനകത്ത് പത്രോസിനെ അടച്ചു പൂട്ടി. 2 ചങ്ങലകൾ അദ്ദേഹത്തെ ബന്ധിച്ചു. 2 പടയാളികളുടെ നടുവിൽ അദ്ദേഹത്തെ ഭദ്രമാക്കി അവിടെ സൂക്ഷിച്ചു. എന്തിനാ? യാക്കോവിൻ്റെ തല വെട്ടി മാറ്റിയതുപോലെ പത്രോസിൻ്റെ തലയെ വെട്ടി മാറ്റുവാൻ, പത്രോസിനെ കൊന്നുകളയുവാൻ. എന്നാൽ സഭയുടെ ശിരസ്സാകുന്ന കർത്താവ് യാക്കോബിന് അത് അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ വേല തികഞ്ഞതുകൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ കർത്താവിന് അധിക പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതിനായിരിക്കാം രക്തസാക്ഷി അദ്ദേഹത്തിന് മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. എന്തായാലും പത്രോസിന് വേല തികഞ്ഞിട്ടില്ല. പത്രോസിന് ഇനിയും വേലയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവിധം വരെ, വാർദ്ധക്യത്തിൽ മാത്രമേ അദ്ദേഹം മരിക്കത്തുള്ളൂ എന്നും അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ പത്രോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പത്രോസിനെ ഇത്രയും ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഈ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹത്തെ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി വേഗം എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല ആ കൈമേൽ നിന്ന് വീണു. അദ്ദേഹം സ്വതന്ത്രനായി. ദൂതൻ അദ്ദേഹത്തിൻ്റെ അരക്കച്ച കെട്ടി ചെരുപ്പിട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പത്രോസ് ചെയ്തു. ഒരു സ്വപ്നം കാണുന്നത് പോലെ അദ്ദേഹം അതനുസരിച്ചു. ദൂതൻ്റെ പുറകെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായി. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു വാഗ്ദത്തമാണ്. ഇനിയിപ്പം ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അവൻ ഏത് വഴികളിൽ കൂടി സഞ്ചരിച്ച് എങ്ങനെ പോയാലും അവനെ തിരിച്ചു കൊണ്ടുവരും. ദൈവത്തിന് പ്ലാനുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഏത് പാതകളിൽ കൂടെ സഞ്ചരിച്ചാലും ദൈവം അവനെ മടക്കിക്കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത. ഇവിടെ ഇസ്രായേൽ ജനം അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ സമയത്തും കർത്താവ് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, എന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ക്രിസ്തുവിക്കുന്ന ഒരു ഭക്തനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാചാകട്ടെ മനുഷ്യരാകട്ടെ ഏത് തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും എന്ത് തന്നെ ഈ ലോകത്ത് പ്രവർത്തിച്ചാലും നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ചെവി കൊടുക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ കൊടുക്കുമെങ്കിൽ, നമ്മുടെ ദുഷ്കാലത്ത് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമെങ്കിൽ ആ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകരും ഓർക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ പറയുന്ന, നമ്മുടെ വായിൽ തരുന്ന വചനം മാത്രമേ നാം സംസാരിക്കാവൂ. ദൈവത്തിൻ്റെ ആത്മാവോ നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നാം ജനത്തോട് എങ്കിൽ ആ വചനമാണ് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത്, വ്യക്തികൾ മാനസാന്തരം ഉണ്ടാക്കുന്നത്, വ്യക്തികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തുന്നത്, അവരുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ വെളിപ്പെട്ട് വരുമ്പോൾ ആ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ മഹാശക്തി, ആ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ആ വചനത്തോടൊപ്പം വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനത്തിൽ കൊണ്ടുള്ള വാക്കുകളോ
നമുക്ക് ഇഷ്ടമുള്ള വചനം ഉപയോഗിച്ചിട്ടല്ല, ദൈവം തരുന്ന വചനത്തിൽ അതിനകത്ത് തന്നെ ദൈവത്തിൻ്റെ മഹാശക്തിയുണ്ട്. ആ വചനം ശക്തിയോടെ വ്യാപരിക്കുമ്പോഴാണ് വിടുതൽ നടക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ, അതിൻ്റെ അർത്ഥം എന്താ? കൽപ്പിക്കാത്ത ഒന്നും പറയരുത്, കൽപ്പിക്കാത്തത് ഒന്നും സംസാരിക്കാൻ പോകരുത്. നമ്മുടെ ലക്ഷ്യം കർത്താവാണ്. നമ്മുടെ ലക്ഷ്യം വയറല്ല, നമ്മുടെ ലക്ഷ്യം പണമല്ല, നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ യാതൊന്നുമല്ല. നമ്മുടെ ലക്ഷ്യം യേശു കർത്താവാണ്. അപ്പം അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞതും കർത്താവ് അരുളി ചെയ്തതും ദൈവം നമ്മളോട് സംസാരിക്കുന്നതുമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളാക്കി അത് പരിശുദ്ധാത്മാ ക്രിയ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും. അതിന് നല്ലൊരു ഉപകരണമായി കർത്താവിൻ്റെ നാവായി, വായായി, ശബ്ദമായി ദൈവം നമ്മെ ഉപയോഗിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സാക്ഷ്യവും കർത്താവിൻ്റെ വചനവും നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ നാം ശ്രദ്ധിച്ചാൽ, പത്മോസിൻ്റെ ആ ഒറ്റപ്പെട്ട അനുഭവത്തിൽ തനിക്ക് ആരുമില്ല, കൂട്ടാളികളാരുമില്ല, ആ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആ പിതാവ് ആ ദ്വീപിൽ വെച്ചും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആത്മവിമോചനായ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആത്മവിമോചനത്തെ കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മപൂർണനായി, ദൈവാത്മപൂർണനായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആ വ്യക്തി ആരായിരുന്നാൽ ആത്മവിമോചനയിലാവും. ആത്മവിമോചനയിലാകുമ്പോൾ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ, ദൈവം അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ ആ ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ അദ്ദേഹം സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. കാഹളനാദം പോലെ ഒരു ശബ്ദം അദ്ദേഹത്തോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. വരുവാനുള്ള കാര്യങ്ങൾ, അക്ഷരീയമായും ആത്മീയമായുള്ള സംഭവങ്ങൾ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് കൈവിട്ടോ? ഇല്ല. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തോട് കൂടെ, കർത്താവിനോട് കൂടെ വസിക്കാനുള്ള അവസരം നിത്യനായ കർത്താവ് കൊടുത്തു. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഈ ശിഷ്യനോടും കൂടെ ചേർന്നല്ലേ കർത്താവ് പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ എല്ലാ കാലത്തും ഉണ്ട്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ഏകാന്ത തടവുകളിൽ ദൈവത്തിൻ്റെ വേലക്കാർ, കർത്താവിൻ്റെ ശുശ്രൂഷകർ ചെയ്യുന്ന വലുതും ചെറുതുമായ സകല ശുശ്രൂഷയോടും കൂടെ കർത്താവുണ്ട്. വിശ്വസ്തരായിരിക്കണമെന്ന് മാത്രം. വിശ്വസ്തനോടുകൂടെ എന്നും കർത്താവ് കൂടെ ഉണ്ടായിരിക്കും. വിശ്വസ്ത മാനസരോട് കർത്താവ് ഉണ്ടായിരിക്കും. ഒരു കാപട്യവും ഒരു വ്യാജ പ്രവൃത്തിയും വ്യാജ സ്വഭാവവും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. കർത്താവിനെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദത്തം, ഈ യോഹന്നാൻ അപ്പോസ്തലനോട് കൂടെ ആ പത്മോസ് ദ്വീപിലും കൂടെ ഉണ്ടായിരുന്ന കർത്താവ് യോഹന്നാനെ ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ള ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി ഇതൊക്കെ കാണിക്കുമ്പോൾ, അവിടെ പത്മോസ് ദ്വീപിലായതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത പ്രകാരം അത് എഴുതുവാനും ഇന്ന് നാം അത് വായിച്ചു മനസ്സിലാക്കി കർത്താവിൽ ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ ഇടയായിത്തീർന്നത്. പത്രോസിലെ കാരാഗ്രഹത്തിൽ കടന്ന സമയത്ത് അദ്ദേഹം
അടച്ചപ്പോഴും അദ്ദേഹത്തെ കൊല്ലുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? അദ്ദേഹത്തെ കൊണ്ട് ദൈവത്തിന് ചെയ്യാനുള്ള ചില പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ വ്യക്തമായി പത്രോസ്ലിയ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദൈവവൃത്യരെ കൊണ്ടും ദൈവദാസന്മാരെ കൊണ്ട് ദൈവദാസിമാരെ കൊണ്ട് ദൈവത്തിനുള്ള പർപ്പസ് അത് തികയ്ക്കുന്നതാണ് നമ്മുടെ ജോലി. അത് തികയ്ക്കുവാനാണ് കർത്താവ് നമ്മോട് കൂടെ ഉള്ളത്. അത് തികയ്ക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിനം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാനുള്ള ആത്മബലം, ആത്മശക്തി ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച് ദൈവവചനം വായിച്ചും ധ്യാനിച്ചും ദൈവം നമ്മോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് സഭയായി മുന്നേറാം. നമ്മുടെ ശിരസ്സാകുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ആ കർത്താവിനോട് ചേർന്ന് ശരീരമാകുന്ന സഭ ആത്മാവിൽ ഐക്യതയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവേ, അങ്ങയുടെ കരത്തിൽ യേശുപ്പ അങ്ങയുടെ സഭയാകുന്ന ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുമേനി തന്നെ ഞങ്ങളെ നയിക്കണം, നിയന്ത്രിക്കണം. ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഉറപ്പും ധൈര്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് തുണ നിൽക്കണം. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ.